ശൂരത്വം അല്ലെ, മിക്കവാറും ആരംഭ ശൂരത്വം എന്താണ് വീട്ടിൽ ഇനിയിപ്പോ ഞാൻ സംഭവമായിരിക്കും. ഒരാഴ്ച ഇങ്ങനെ സൈക്കിൾ വാങ്ങിക്കുമ്പോ ആദ്യം സൈക്കിൾ വാങ്ങിച്ച പിറ്റേ ദിവസം തുടക്കും, പിന്നെയും തുടക്കും. ബൈക്കാണെങ്കിലൊക്കെ തുടക്കും, കാറൊക്കെ ആണെങ്കിൽ കഴുകും, പിന്നെ ഉള്ളിലും ഫുൾ ഡേർട്ട് ആയിരിക്കും, പുറത്തും ഡേർട്ട് ആയിരിക്കും. ഇതുപോലെ ആവാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ്. അതിന് പറഞ്ഞ പേരാണ് ഷോഷിൻ എന്നാണ് പറയുക. അത് ജാപ്പാനീസ് പ്രിൻസിപ്പിൾ ആണ്. ഇന്ത്യയിൽ പല കമ്പനീസും നടപ്പിലാക്കിയ പ്രിൻസിപ്പിൾ കൂടിയാണ് ബിഗിനേഴ്സ് മൈൻഡ്. എനിക്ക് ഇന്ന് ജോലി കിട്ടിയതായിട്ട്, അതായത് ഞാൻ 6 വർഷം കഴിഞ്ഞാലും ഞാൻ 6 വർഷം കഴിഞ്ഞിട്ട് കമ്പനിയിൽ പോകുമ്പോഴും എനിക്ക് ആദ്യം ജോലി കിട്ടിയതുമായിട്ട് ആ രീതിയിൽ തന്നെ പോകണം. അതായത് ഒരാഴ്ച കഴിഞ്ഞിട്ട് പിറ്റേത്തെ ആഴ്ച ഞാൻ തിങ്കളാഴ്ച പോകുമ്പോഴും ഞാൻ ഫസ്റ്റ് ജോബ് കിട്ടിയതുപോലെയുള്ള രീതിയിൽ നമുക്ക് കമ്പനിയിലേക്ക് പോകാൻ വേണ്ടി വരണം. അതുപോലെയുള്ള ഡ്രസ്സിങ്, നമ്മൾ ഫസ്റ്റ് എങ്ങനെയാണോ ഡ്രസ്സിങ് അതുപോലെ തന്നെ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി വരണം. അതുപോലെ തന്നെ ആ പ്ലസന്റ്നെസ്സുമായി ആക്റ്റീവ്നെസ്സുമായി എന്തൂസിയാസം എല്ലാ ദിവസവും നമുക്ക് നിലനിർത്താൻ വേണ്ടി വരണം. അപ്പോൾ ഷോഷിൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ബിഗിനേഴ്സ് മൈൻഡ്, അല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും പുതിയൊരു വ്യക്തിയാവണം. എല്ലാ ദിവസവും പുതിയ വ്യക്തി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ തുടങ്ങിയത് അതുപോലെ തന്നെ എല്ലാ ദിവസവും നമുക്ക് പോകാൻ വേണ്ടി സാധിക്കണം എന്നുള്ളതാണ്. സോ ബിലീവ് ഇൻ പ്രോസസ്. എന്താ നമ്മൾ ബിലീവ് ചെയ്യേണ്ടത്? പ്രോസസ്സിൽ ബിലീവ് ചെയ്യുമ്പോൾ റിസൾട്ട് വരും. നിങ്ങളുടെ കസ്റ്റമറെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ മനസ്സും അർപ്പിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി വരണം? സർവീസ് ചെയ്യാൻ വേണ്ടി വരണം. ചിലപ്പോൾ നിങ്ങൾ മീറ്റ് ചെയ്യുന്ന കസ്റ്റമർ 100ാമത്തെ കസ്റ്റമർ ആയിരിക്കും. ഓഫർ ടൈമിലൊക്കെ നിങ്ങൾ മീറ്റ് ചെയ്യുന്ന 100ാമത്തെ കസ്റ്റമറാണ്, പക്ഷെ അവർക്ക് എന്താണ് ആ കമ്പനിയിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അവർക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഫ്ലോറിൽ കിട്ടുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നിങ്ങൾ ഉച്ചയ്ക്ക് ശേഷം വരുന്നുണ്ടാവാം, നിങ്ങൾ 60ാമത്തെ കസ്റ്റമർ ആയിരിക്കും അവർ അഡ്രസ് ചെയ്യുന്നുണ്ടാവുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം നോക്കുമ്പോൾ നിങ്ങളുടെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എനർജി ഡ്രോപ്പ് ആയിരിക്കും, പക്ഷെ അവർക്ക് അത് അറിയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ നൈറ്റിൽ വരുന്ന കസ്റ്റമറെ പോലും രാവിലത്തെ എന്തൂസിയാസം നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റണം. അതല്ലെങ്കിൽ എന്താ, ഉച്ചയ്ക്ക് ശേഷം ബ്രാഞ്ച് ശോകമായിരിക്കും. നിങ്ങൾ നോക്കിക്കോളൂ, മെജോറിറ്റി ഓൺ ഫ്ലോറിന്റെ ഒരു പ്രശ്നം എന്താണ്? ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ച ഡ്രസ്സിങ് പോയി കൈമടക്കി വെച്ച് ഗുണ്ടേനെ പോലെയായിരിക്കും പിന്നെ അവനെ കാണുക. സെയിൽസുകാരനായിട്ട് ഒരിക്കലും ഫീൽ ചെയ്യില്ല. അപ്പം നിങ്ങളുടെ നെയിം ടാഗ്, കാരണം നിങ്ങളുടെ ഡ്രസ്സിങ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഒരു ഡ്രസ്സിങ്, ഒരു യൂണിഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഐഡന്റിറ്റി ഓഫ് ദ കമ്പനി. ഇറ്റ് ഈസ് എ ബ്രാൻഡ് ഓഫ് എ കമ്പനി. അപ്പോൾ ആ ബ്രാൻഡ് സംസാരിച്ചുകൊണ്ട് നടക്കുകയാണ്. നിങ്ങൾ ചായ കുടിക്കാൻ പുറത്തു പോയാലും ഈ ബസ്സിൽ പോകുന്ന ആൾക്കാർ കാണുന്നത് ആ കമ്പനിയുടെ സ്റ്റാഫ് എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ ആ നിങ്ങൾ കമ്പനിയുടെ ഉള്ളിൽ ബെസ്റ്റാണ്, പുറത്ത് നിങ്ങളുടെ രീതികൾ. നിങ്ങൾ വണ്ടി എടുത്ത് പോകുമ്പോൾ, ബൈക്ക് എടുത്ത് പോകുമ്പോൾ ഒരുത്തന്നെ ഇടിച്ചു, അല്ലെങ്കിൽ ബൈക്ക് എടുത്ത് പോകുമ്പോൾ അവിടെ എവിടെയെങ്കിലും തട്ടി, നിങ്ങൾ യൂണിഫോമിലാണെങ്കിൽ നിങ്ങൾ കൺട്രോൾഡ് ബിഹേവിയർ ആയിരിക്കണം. കാരണം എന്താണ്, അവർ പറയാം അത് ആ കമ്പനിയിലത്തെ സ്റ്റാഫാ, ഇങ്ങനെയാണ് ആ കമ്പനിയിലത്തെ സ്റ്റാഫ് പെരുമാറുന്നത്. നിങ്ങളുടെ നോർമൽ ടീഷർട്ട് ആണെങ്കിൽ ആ ഇഷ്യൂസ് വരില്ല, പക്ഷേ ഈ ബാഡ്ജും യൂണിഫോമും അപ്പോൾ റീകളക്ട് ചെയ്യും. അപ്പോൾ അവിടെ നിങ്ങളുടെ ബിഹേവിയർ ഉള്ളിൽ നല്ലതാണ്, പുറത്തവൻ വളരെ മോശമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കമ്പനി എന്ന് പറയുമ്പോൾ കമ്പനിക്ക് ജാതിയില്ല, കമ്പനിക്ക് മതമില്ല, കമ്പനിക്ക് കാസ്റ്റ് ഇല്ല, കമ്പനിക്ക് ക്രീഡില്ല, കമ്പനിക്ക് ലിംഗ്വിസ്റ്റിക് ഡിഫറൻസ് ഇല്ല, കമ്പനിയിൽ ചെറിയവനില്ല വലിയവനില്ല, കമ്പനിയിൽ രാവില്ല പകലില്ല. കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ അറിയേണ്ട കാര്യം ഒറ്റൊരു വികാരമായിരിക്കണം. ദാറ്റ് ഈസ് കോൾഡ് സെയിൽസ്, ദാറ്റ് ഈസ് കോൾഡ് ബിസിനസ്, ദാറ്റ് ഈസ് കോൾഡ് ഗ്രോത്ത്. കാരണം നമ്മൾ സർവ് ചെയ്യുന്നത് എല്ലാ മതസ്ഥരെയുമാണ്. നമ്മൾ സർവ് ചെയ്യുന്നത് ചിലപ്പം വളരെ ചെറിയവനെ സർവ് ചെയ്യേണ്ടതായിട്ട് വരാം, വലിയവനെ സർവ് ചെയ്യേണ്ടതായിട്ട് വരാം, എംപ്ലോയിനെ സർവ് ചെയ്യേണ്ടതായിട്ട് വരാം, ബിസിനസ്സുകാരനെ സർവ് ചെയ്യേണ്ടതായിട്ട് വരാം, രാവിലെ സർവ് ചെയ്യേണ്ടതായിട്ട് വരാം, വൈകുന്നേരം സർവ് ചെയ്യേണ്ടതായിട്ട് വരാം. ഒരു കാരണവശാലും ബിസിനസ് റൺ ചെയ്യുമ്പോൾ അവിടെ കാസ്റ്റോ ക്രീഡോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒന്നും അവിടെ ഇൻഫ്ലുവൻസ് അല്ല. ക്ലിയർ ആണ് ഞാൻ പറയുന്നത്?